നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പ്രകാശമുള്ളൊരു സ്ഥലത്തിരുന്നായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാവട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, എല്ലാം പ്രകാശമുള്ള സ്ഥലങ്ങളിൽ ഇരുന്നായിരിക്കാം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെട്ടമില്ലാതിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച്. മെഴുകുതിരിയുടെ മങ്ങിയ പ്രകാശമുള്ള മുറികളിൽ മണ്ണെണ്ണ വിളക്കിന്റെ പുക നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ രാത്രിയായാൽ ഇരുട്ടിന്റെ ഭീകരത, അതിൽ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ലോകത്തിരുന്ന് ഒരാളൊരു സ്വപ്നം കണ്ടു, എനിക്ക് ലോകത്തെ പ്രകാശിപ്പിക്കണം. ചില മനുഷ്യർ ജനിക്കുന്നത് വിജയിക്കുവാൻ വേണ്ടിയല്ല, ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെ പ്രകാശിപ്പിച്ച തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. ഇതൊരു കണ്ടുപിടുത്തത്തിന്റെ കഥയല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ കഥയാണ്. പരാജയങ്ങൾക്ക് മുൻപിൽ തലകുനിക്കാൻ മനസ്സില്ലാത്ത ഒരു മനസ്സിന്റെ കഥയാണ്. ഇതിന്റെ അവസാനം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് എത്ര തന്നെ വലുതായാലും ശരി, പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം മതി ആ ഇരുട്ടിനെ പരാജയപ്പെടുത്താനെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമുക്ക് ഒരു സ്വിച്ച് അമർത്തിയാൽ മതി, വീട് മുഴുവൻ പ്രകാശിക്കും. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. രാത്രിയായാൽ മണ്ണെണ്ണ വിളക്കിന്റെയും മെഴുകുതിരി വെട്ടത്തെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ നിന്ന് ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച മനുഷ്യനാണ് തോമസ് ആൽവ എഡിസൺ. 1847 അമേരിക്കയിലെ ഒഹായോയിലാണ് തോമസ് ആൽവ എഡിസൺ ജനിച്ചത്. അദ്ദേഹം വളരെ ഒരു സാധാരണ കുട്ടിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം സംശയങ്ങളുണ്ടായിരുന്നു. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. തോമസിന്റെ അധ്യാപകർക്ക് ഇത് പലപ്പോഴും വളരെ ശല്യമായിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് പലതും ഉത്തരം പറയാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം തോമസിന്റെ അമ്മയ്ക്ക് സ്കൂളിൽ നിന്നൊരു കത്ത് കിട്ടി. അത് വായിച്ചിട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ മകനെ അമ്മ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നീ വളരെ ബുദ്ധിമാനാണ്, നിന്നെ പഠിപ്പിക്കുവാനുള്ള കഴിവ് ആ സ്കൂളിനില്ല, ഇനി മുതൽ ഞാനായിരിക്കും നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എഡിസൺ അറിഞ്ഞു, ആ കത്തിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ മകന് പഠിക്കുവാനുള്ള കഴിവില്ല, അതിനാൽ ഇനി സ്കൂളിൽ വരേണ്ടതില്ല എന്നായിരുന്നു എന്ന്. എന്നാൽ ഒരമ്മയുടെ വിശ്വാസം കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. തോമസ് പുസ്തകങ്ങൾ വായിച്ചു, പരീക്ഷണങ്ങൾ നടത്തി, വീട്ടിലെ ചെറിയ മുറി ഒരു ലബോറട്ടറിയാക്കി മാറ്റി. പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനായി അദ്ദേഹം ട്രെയിനിൽ പത്രവിൽപ്പന നടത്തി. ഒരിക്കൽ ട്രെയിനിൽ വെച്ച് പരീക്ഷണം നടത്തുന്നതിനിടയിൽ തീപിടുത്തം ഉണ്ടാവുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കേൾവി ശക്തി കുറഞ്ഞു. പലർക്കും അദ്ദേഹത്തിന് സംഭവിച്ചതൊരു ദുരന്തമായിട്ട് തോന്നി. പക്ഷെ എഡിസൺ പറഞ്ഞു, എനിക്ക് ശബ്ദശല്യം കുറവാണ്, അതിനാൽ എൻ്റെ ജോലിയിൽ എനിക്ക് കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു എന്നാണ്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും അവസരമാക്കി മാറ്റിയൊരു വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ. വർഷങ്ങൾ കടന്നു, അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ നടത്തി. എന്നാലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം അപ്പോഴും സാധ്യമായിരുന്നില്ല. ലോകത്തിന് സുരക്ഷിതവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായ വൈദ്യുതി വിളക്കുകൾ നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അന്ന് പലരും വൈദ്യുതി വിളക്കുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവരത് അസാധ്യമായൊരു കാര്യമാണെന്ന് കരുതി. പക്ഷേ എഡിസൺ തന്റെ ശ്രമങ്ങൾ തുടർന്നു. അദ്ദേഹം തന്റെ സംഘത്തോടൊപ്പം പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഒരു പരീക്ഷണം പരാജയപ്പെട്ടു, രണ്ടാമത്തെ പരീക്ഷണം പരാജയപ്പെട്ടു, 10ാമത്തേതും പരാജയപ്പെട്ടു, 100ാമത്തേതും പരാജയപ്പെട്ടു. ഒടുവിൽ അദ്ദേഹത്തെ ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സഹായി അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ ഇത്രയും തവണ പരാജയപ്പെട്ടു, ഇനി എന്ത് ചെയ്യും? എഡിസൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല, നമ്മൾ പ്രവർത്തിക്കാത്ത 1000 മാർഗങ്ങൾ കണ്ടെത്തി എന്ന്. പിന്നെയും അദ്ദേഹം ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തി. ഉറക്കമില്ലാത്ത രാത്രികൾ, കണ്ണുകൾ ചുവന്നു, ശരീരം ക്ഷീണിച്ചു. എന്നിട്ടും അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഒരു പ്രത്യേക വസ്തു അദ്ദേഹം പരീക്ഷിച്ചു. വൈദ്യുതി കടന്നു, ഫിലമെന്റ് ചൂടായി, പ്രകാശം തെളിഞ്ഞു. എല്ലാവരും ശ്വാസമടക്കി നിന്നു. മിനിറ്റുകൾ കടന്നു, മണിക്കൂറുകൾ കടന്നു, വിളക്കണഞ്ഞില്ല. അത് വിജയമായിരുന്നു. ലോകം മാറി. ആ ചെറിയ പ്രകാശം പിന്നെ കോടിക്കണക്കിന് വീടുകളിലേക്ക് എത്തി. നഗരങ്ങൾ പ്രകാശിച്ചു, സ്കൂളുകൾ പ്രകാശിച്ചു, ആശുപത്രികൾ പ്രകാശിച്ചു, ഫാക്ടറികൾ രാത്രിയിലും പ്രവർത്തിക്കാൻ തുടങ്ങി. ലോകം പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടന്നു. ഒരു റിപ്പോർട്ടർ പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു, പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത ആയിരക്കണക്കിന് മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത് എന്ന്.
ആ മറുപടി ഇന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്നു. 1931 ഒക്ടോബർ 18 അദ്ദേഹം അന്തരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത പാഠങ്ങളും ഇന്നും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ബൾബിന്റെ കഥയല്ല, ഇതൊരു മനോഭാവത്തിന്റെ കഥയാണ്. ലോകം അസാധ്യമാണെന്ന് പറഞ്ഞപ്പോഴും സാധ്യമാകുമെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യന്റെ കഥയാണ്. പരാജയം അവസാനമല്ല, പരാജയം ഒരു പാഠമാണ്. ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ്. നിങ്ങളൊരു പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും, ഒരു ബിസിനസ് തകർന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ഒരു സ്വപ്നം സാധ്യമായിരുന്നിരിക്കില്ല. എന്നാൽ ഒന്നോർക്കുക, തോമസ് ആൽവ എഡിസൺ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതിന് മുൻപ് 1000 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ശ്രമമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വലിയ വിജയം. അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഒരു ചെറിയ പ്രകാശം പോലും ഇരുട്ടിനെ തോൽപ്പിക്കാം. ആ പ്രകാശം നിങ്ങളായിരിക്കാം. നന്ദി.